Hello. ഹലോ, ഇനി അടുത്തതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് ഫോർ ടു ഇൻഡിപെൻഡന്റ് ഇവന്റ് എ ആൻഡ് ബി പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 2/3 ആൻഡ് പി ഓഫ് എ ഈക്വൽ ടു 2/5 വാട്ട് ഈസ് പി ഓഫ് ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാലും പി ഓഫ് എ എന്ന് പറഞ്ഞിട്ടുള്ളത് വാല്യൂ തന്നിട്ടുണ്ട്. പി ഓഫ് എ യൂണിയൻ ബി 2/3 പി ഓഫ് എ എന്ന് പറയുന്നത് 2/5 ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ബിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ക്ലൂ എന്താണെന്ന് വെച്ചാൽ ഈ ഇവന്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. ഈ ഇവന്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ പ്രത്യേകത എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. എന്താണ് ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് പി ഓഫ് ബി ആണ്. പി ഓഫ് ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? പി ഓഫ് ബി ഈ പി ഓഫ് എ എന്ന് പറഞ്ഞത് ഇൻറ്റു അല്ലാതെ ഈക്വൾട്ടിനെ അങ്ങോട്ട് ആകുമ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ട് മാറില്ല. അപ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളത് ഇൻറ്റു എന്നുള്ളത് ഈക്വൾട്ടിനെ അങ്ങോട്ട് ആകുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നായിട്ട് മാറി. ദാറ്റ് മീൻസ് പി ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്നായി. ഓക്കെ അല്ലേ? ഇതിൽ പി ഓഫ് ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പി ഓഫ് ബി കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. ഇതിൽ തന്നിട്ടുള്ള ക്ലൂ എന്ന് പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി 2/3 ആണെന്നും അതേപോലെ തന്നെ പി ഓഫ് എ എന്ന് പറയുന്നത് 2/5 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ല. ഇതല്ല അഡീഷണൽ തിയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റിലും അതേപോലെ തന്നെ പ്രോബബിലിറ്റിയിലും പഠിക്കുന്ന ഇക്വേഷൻ ഇതല്ലേ. ഓക്കെ, ഇത് തന്നെയല്ല ഇൻഡിപെൻഡന്റ് ഇവന്റിന് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബിക്കും പി ഓഫ് എൻ്റെയും പി ഓഫ് ബിൻ്റെയും വാല്യൂ ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 2/3 ആണ് വരുന്നത്. ആ 2/3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പി ഓഫ് എ എന്ന് പറയുന്നത് 2/5 ആണ്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പി ഓഫ് ബി എന്ന് പറയുന്നത് നേരത്തെ നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പി ഓഫ് ബിക്ക് പി ഓഫ് എ യൂണിയൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ. ഈ പി ഓഫ് ബിക്ക് പകരം ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്ന് വരും മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ പ്ലസ് എന്നുള്ളത് ഈക്വളിനെ കൂടെ വരുമ്പോൾ മൈനസ് ആയിട്ട് മാറും. 2/3 മൈനസ് 2/5 ഈക്വൽ ടു ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെയാണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്നാണ് അസംഷൻ. അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് തന്നെ വരും. പി ഓഫ് എന്റെ വാല്യൂ എന്ന് പറയുന്നത് 2/5 അല്ല. അപ്പം ഞാൻ ഇതിന് പകരം 2/5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രാക്ഷന്റെ ഡിവിഷൻ വന്നാൽ ആ ഫ്രാക്ഷന് നേരെ റെസിപ്രോക്കൽ ആയിട്ട് മാറും. രണ്ടാമത്തെ ഫ്രാക്ഷന് നേരെ റെസിപ്രോക്കൽ ആയിട്ട് മാറും. അപ്പോൾ 2/5 എന്നുള്ളത് അത് എന്തായിട്ട് മാറും? ഇൻറ്റു 5/2 എന്നായിട്ട് മാറും. ആ ഫ്രാക്ഷൻ നേരെ റെസിപ്രോക്കൽ ആവും. അങ്ങനല്ലേ? ഇൻറ്റു 5/2 എന്നാവും. 5/2 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ 5 എന്നും വരും, ഡിനോമിനേറ്ററിൽ 2 എന്നും വരും അല്ലെ. മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ 1 എന്ന് വരും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം. 2 × 5 എന്ന് പറഞ്ഞാൽ 10, 3 × 2 എന്ന് പറഞ്ഞാൽ 6, 2 × 5 എന്ന് പറഞ്ഞാൽ 15. ഓക്കെ അല്ലേ? ഇനി ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. 5p എ ഇന്റർസെക്ഷൻ ബി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 5p എ ഇന്റർസെക്ഷൻ ഇൻറ്റു ബി എന്ന് തന്നെ വരും. മൈനസ് 2 × പി എ ഇന്റർസെക്ഷൻ ബി എന്ന് വരും. ഓൾ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 10 - 6 എന്ന് പറഞ്ഞാൽ 4/15 എന്ന് വരും. ഓക്കെ അല്ലെ? ഈ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 എന്നായിട്ട് മാറും. അപ്പോൾ 4 × 2 ഡിവൈഡ് ബൈ 15 ഈക്വൽ ടു 5p എന്ന് 2p മൈനസ് ചെയ്താൽ 3p അല്ല വരും. അപ്പോൾ 3p എ ഇന്റർസെക്ഷൻ ബി എന്ന് വരും. 4 × 2 എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡ് ബൈ 15 എന്ന് പറയുന്നത് പി എ ഇന്റർസെക്ഷൻ ബി ആണ്. ഈ ഇൻറ്റു 3 എന്നുള്ളത് ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 3 എന്നാവില്ല. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 എന്നാവും. 15 × 3 എന്ന് പറഞ്ഞാൽ 45 അല്ല വരാം. ഞാനിതിന് 8ന് പകരം 8 ഡിവൈഡ് ബൈ 45 എന്ന് കിട്ടി. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള പി ഓഫ് ബിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ.
അങ്ങനെയാണെങ്കിൽ പി ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള 8/45 ആണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ല 8/45 എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്ന് പറയുന്നത് 2/5 ആണെന്ന് പറയുന്നുണ്ട്. 2/5 എന്ന് കൊടുത്തു. ഫ്രാക്ഷന്റെ ഡിവിഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും? റെസിപ്രോക്കൽ ആയിട്ട് മാറും. ഫസ്റ്റത്തെ ഫ്രാക്ഷൻ 8/45 അതേപോലെ തന്നെ വെക്കും. രണ്ടാമത്തെ ഫ്രാക്ഷൻ 2/5 എന്നുള്ളത് 5/2 എന്നായിട്ട് മാറും. നേരെ റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 5 എന്ന് പറഞ്ഞാൽ 14, 45 × 2 എന്ന് പറഞ്ഞാൽ 19. ഈ സീറോയും ക്യാൻസൽ ആയി പോകും. 4/9 എന്ന് വരും. 4/9 എന്ന് വരും. ആൻസർ വരെ 4/9 ഓപ്ഷൻ ബി. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മുതൽ താഴെ വരെ ഇതാ ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റെപ്പ് വലിച്ചു നീട്ടി എഴുതിയിട്ടുള്ളത് കേട്ടോ. വലിച്ചു നീട്ടി എഴുതിയിട്ടുള്ളതിൽ ഒരുപാട് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എഴുതിയെടുക്കട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യന് 16ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് പി ഓഫ് എ ഈക്വൽ ടു 2/3, പി ഓഫ് ബി ഈക്വൽ ടു 2/4, പി ഓഫ് എ ബൈ ബി ഈക്വൽ ടു 2/3, പി ഓഫ് ബി ബൈ എ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? എന്താ ചോദിച്ചിട്ടുള്ളത്? പി ഓഫ് എ ബൈ ബി എന്താ വരാന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പി ഓഫ് ബി ബൈ എ ആട്ടോ ചോദിച്ചിട്ടുള്ളത്. പി ഓഫ് എയും പി ഓഫ് ബിയും പി ഓഫ് എ ബൈ ബിയും തന്നിട്ടുണ്ട്. പി ഓഫ് എ, പി ഓഫ് ബി, അതേപോലെ തന്നെ പി ഓഫ് എ ബൈ ബി തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പി ഓഫ് ബി ബൈ എന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? പി ഓഫ് എ എന്ന് പറയുന്നത് 2/3 ആണ്. പി ഓഫ് ബി എന്ന് പറയുന്നത് 3/4 ആണ്. പി ഓഫ് എ ബൈ ബി എന്ന് പറയുന്നത് 2/3 ആണ് വരുന്നത്. ഓക്കെ അല്ലെ? 2/3 ആണ് വരുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പി ഓഫ് ബി ബൈ എന്റെ വാല്യൂ ചോദിച്ചിട്ടുള്ളത്. പി ഓഫ് ബി ബൈ എ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? അതിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? പി ഓഫ് ബി ബൈ എ എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ. ഇങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിക്കുന്ന സമയത്ത് പി ഓഫ് ബി ബൈ എ എന്ന് പറയുന്നത് പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ, പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെയിം ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്നല്ല പഠിച്ചിട്ടുള്ളത്. ആ സെയിം ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടീഷണൽ പ്രോബബിലിറ്റിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടീഷണൽ പ്രോബബിലിറ്റിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ പി ഓഫ് എ, പി ഓഫ് ബിയും പി ഓഫ് എ ബൈ ബി ആണ് തന്നിട്ടുള്ളത്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ടോ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? ഈ തന്നിട്ടുള്ള ഈ ഡിജിറ്റേറ്റ്സ് വെച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? പി ഓഫ് എ ഇന്റർസെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പി ഓഫ് എ ബൈ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി അല്ലേ? അല്ലെ പി ഓഫ് എ ബൈ ബി എന്താണെന്ന് നമുക്കറിയാം, 2/3 ആണ് വരുന്നത്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അറിയില്ല, അത് അതേപോലെ തന്നെ വെച്ചു. പി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? 3/4 അല്ല, 3/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഈക്വൽ ടു ഇപ്പുറത്തുള്ള ഈക്വൽ ടു അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാം. ഈ 4 എന്ന് പറയുന്നത് 2/3 ആണ്. ഇത് റെസിപ്രോക്കൽ ആണ് അല്ല, ഇത് ഈക്വൽ ടു അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇൻറ്റു ആയിട്ട് മാറില്ലേ? ഈ ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറില്ലേ? ഇൻറ്റു 3/4 എന്ന് വരും. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമുക്ക് ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഇൻറ്റു ആയിട്ട്. ഡിനോമിനേറ്റർ ഉള്ളത് അതേപോലെ തന്നെ ഞാൻ ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ ഇൻറ്റു ആയിട്ട് മാറി. ഓക്കെ, ഇനി ഈ ത്രീയും ക്യാൻസൽ ചെയ്താൽ 2/4 ഈക്വൽ ടു പി എ ഇന്റർസെക്ഷൻ ബി എന്ന് വരും. ഈ 2/4 എന്ന് പറയുന്നത് 1/2 എന്ന് പറഞ്ഞാൽ ഈക്വൽ, രണ്ടും 2ൽ ഡിവിസിബിൾ അല്ല, അപ്പോൾ 1/2 എന്ന് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താലും 2 × 3 എന്ന് പറഞ്ഞാൽ 6 എന്ന് കിട്ടും. 3 × 4 എന്ന് പറഞ്ഞാൽ 12 എന്ന് കിട്ടും. 6 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാലും 1/2 എന്നാണ് വരുന്നത്. ഓക്കെ അല്ല? അപ്പോൾ എ ഇന്റർസെക്ഷൻ ബിന്റെ വാല്യൂ എന്ത് കിട്ടി? 1/2 ആണെന്ന് കിട്ടി. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബിക്ക് പകരം 1/2 എന്ന് കൊടുത്തു. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 2/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. 2/3 എന്ന് കൊടുത്തു. രണ്ടാമത്തെ ഫ്രാക്ഷൻ എന്തായിട്ട് മാറും? റെസിപ്രോക്കൽ ആയിട്ട് മാറും. ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷൻ എന്തായിട്ട് മാറും? റെസിപ്രോക്കൽ ആയിട്ട് ഇൻറ്റു എന്ന് മാറും. ഡിവിഷൻ മാറിയിട്ട് ഇൻറ്റു ആകുമ്പോൾ ഇത് നേരെ റെസിപ്രോക്കൽ ആയിട്ട് മാറും. ദാറ്റ് മീൻസ് 3/4. ഇൻറ്റു ആണെങ്കിൽ ഡയറക്റ്റ് ഇൻറ്റു 3 × 1 എന്ന് പറഞ്ഞാൽ 3, 2 × 2 എന്ന് പറഞ്ഞാൽ 4, 3/4 എന്ന് കിട്ടും. കുഴപ്പമില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് പോലെ തോന്നുന്നില്ല. ഏകദേശം അതേ ലെങ്ത് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ എന്നാലും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് തോന്നുന്നു. ഇങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോഴത്തേന് ഏകദേശം ഇതിന്റെ ഏതാണ് അതിന്റെ ആ റൂട്ട് മനസ്സിലാവട്ടെ. തന്നിട്ടുള്ള ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അത് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇക്വേഷൻസ് ആദ്യം നല്ല രീതിയിൽ ബൈ ഹാർട്ട് പഠിക്കുക, എന്നിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക.
ഓക്കെ അല്ലെ, ബുദ്ധിമുട്ടാണ് ചിലർക്ക്. മാത്സ് സിമ്പിൾ ആയിട്ടുള്ളവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവില്ല. മാത്സ് ബാക്ക്ഗ്രൗണ്ട് +2 ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, മനസ്സിലാവും. പക്ഷെ എന്ത് ചെയ്യുക, പഠിക്കാന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ P(a)യും P(b)യും P(a)(b) ആണ് തന്നിട്ടുള്ളത്. എന്നിട്ട് P(b)(a) കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ P(b)(a)ന്റെ വാല്യൂ ഞാൻ ഓൾറെഡി ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട്, അല്ല പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബൈ ഹാർട്ട് പഠിക്കണം. അപ്പൊ P(a)(b) ഡിവൈഡഡ് ബൈ P(a) ആണെന്ന് ഇത് കാണുമ്പോൾ തന്നെ ഇക്വേഷൻ ഓർമ്മ വരണം. ഇക്വേഷൻ ഓർമ്മ വരുമ്പോൾ ഇതിൽ P(a)ന്റെ വാല്യൂ അവർ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, P(a)(b)ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. ഇതപ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കിട്ടിയാൽ മാത്രമേ എനിക്ക് P(b)(a) കിട്ടുള്ളൂ. ഈ വാല്യൂ കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത്, ഈ തന്നിട്ടുള്ള ബാക്കി രണ്ട് ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. P(a)(b) എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ, ഇതും എനിക്ക് ബൈ ഹാർട്ടേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ഇതും എനിക്ക് ബൈ ഹാർട്ട് അറിയാം. P(a)(b) ഡിവൈഡഡ് ബൈ P(b) ആണ്. ഇതിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തൂടെ, ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് ഈ വാല്യൂ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് ആൻസർ കിട്ടി. ഇതാണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, ഓരോ ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റെപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുള്ള മെത്തേഡ് ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് P(a) = A, P(b) എന്ന് പറയുന്നത് B ആണ്, P(a)(b) എന്ന് പറഞ്ഞാൽ C ആണ്. അങ്ങനെയാണെങ്കിൽ P(a)(b) ഇൻ ടേംസ് ഓഫ് A, B ആൻഡ് C ഈസ് എന്നാണ് ചോദിച്ചത്. P(a)(b) എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ, എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോംപ്ലിമെന്റിന് കോമൺ ആയിട്ട് പുറത്തെടുക്കുക എന്നുള്ളത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, സെറ്റിൽ പഠിച്ചിട്ടുണ്ടല്ലോ. കോമൺ ആയിട്ട് പുറത്തെടുക്കുന്ന സമയത്ത് എന്തായിട്ട് മാറും, ഇതിന്റെ ഉള്ളിലുള്ള സൈന് നേരെ ഓപ്പോസിറ്റ്, ഇന്റർസെക്ഷൻ ആണെങ്കിൽ യൂണിയൻ ആയിട്ട് മാറും, യൂണിയൻ ആണെങ്കിൽ ഇന്റർസെക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ അല്ല, അപ്പൊ അത് എന്തായിട്ട് മാറും, യൂണിയൻ ആയിട്ട് മാറും. ആ കോംപ്ലിമെന്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് അവിടെ പഠിച്ചല്ലേ, സെറ്റിൽ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി അല്ലേ, എന്തുവരും കോംപ്ലിമെന്റ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഇതിന്റെ ഉള്ളിൽ ക്വസ്റ്റ്യനിൽ യൂണിയൻ ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും, ഇന്റർസെക്ഷൻ ആയിട്ട് മാറും. ഓക്കെ അല്ലേ, ഇത് അവിടെ പഠിച്ചതാട്ടോ, നമ്മൾ സെറ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മളോട് ഇന്റർസെക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനത് കോമൺ ആയിട്ട് പുറത്തെടുത്തപ്പോൾ അത് ഇന്റർസെക്ഷൻ എന്നുള്ളത് യൂണിയൻ ആയിട്ട് മാറി. കോംപ്ലിമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത, P(a) കോംപ്ലിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തായാലും ചെയ്യുന്നുണ്ട്, 1 - P(a). ടോട്ടൽ 1 ആയിരിക്കും വരുന്നുണ്ട്. P(a)യും P(a) കോംപ്ലിമെന്റും ആഡ് ചെയ്താൽ 1 ആയിരിക്കും കിട്ടാന്ന് പഠിച്ചിട്ടില്ല. അങ്ങനെയാണ് P(a) കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 - P(a) ആണ്. ഫസ്റ്റത്തെ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ, ഈ പ്രോബബിലിറ്റിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെയാണ് P(a) യൂണിയൻ B കോംപ്ലിമെന്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 1 - P(a) യൂണിയൻ B. കോംപ്ലിമെന്റ് മാറ്റാൻ വേണ്ടി ടോട്ടൽ 1 ഈ P(a) യൂണിയൻ B മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, ടോട്ടൽ 1 ആയിരിക്കും വാല്യൂ ഉണ്ടാവുക. ഈ 1 P(a) യൂണിയൻ ബിന്റെ വാല്യൂ മൈനസ് ചെയ്താൽ P(a) യൂണിയൻ B കോംപ്ലിമെന്റ് കിട്ടും. അപ്പൊ ഈ കോംപ്ലിമെന്റിന് A യൂണിയൻ B കോംപ്ലിമെന്റിന് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, 1 - A യൂണിയൻ B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ അല്ലേ, കാണുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, ഇനി അടുത്ത എന്താണ്, P(a) യൂണിയൻ B എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, 1 - P(a) പ്ലസ് P(b) മൈനസ് P(a) ഇന്റർസെക്ഷൻ B അല്ലേ. ഇതാണ് നമ്മൾ എവിടെ പഠിച്ചിട്ടുള്ളത്, ഇതാണ് നമ്മൾ ഈ അഡീഷണൽ തിയറി എന്ന് പറഞ്ഞ തിയറിയിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ സെറ്റിലും അതേപോലെ തന്നെ പ്രോബബിലിറ്റിയിലും പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. P(a) പ്ലസ് P(b) മൈനസ് P(a) ഇന്റർസെക്ഷൻ B ഇതാണ് P(a) യൂണിയൻ B എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തിട്ടുള്ള സെയിം ഇക്വേഷൻ തന്നെ കേട്ടോ. 1 - P(a) എന്ന് പറഞ്ഞാൽ A ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ A പ്ലസ് P(b) എന്ന് പറഞ്ഞാൽ B എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലസ് B. P(a) ഇന്റർസെക്ഷൻ C എന്ന് പറഞ്ഞാൽ C എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൈനസ് C എന്ന് വരും. ഓക്കെ അല്ലേ, ഇനി അടുത്തത് ഈ മൈനസ് എന്ന് പറയുന്നത് എല്ലാത്തിനും ബാധകല്ലേ, ഈ എക്കും ബിക്കും സിക്കും ബാധകല്ല. അപ്പൊ ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പം 1 - A എന്ന് വരും. ഈ പ്ലസ് ബി എന്നുള്ളത് എന്താവും, മൈനസ് ബി എന്താവും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സി എന്നായിട്ട് മാറും. ഓക്കെ അല്ലെ, 1 - A മൈനസ് ബി പ്ലസ് സി എന്ന് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, എന്തിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും, P(a) ഇന്റർസെക്ഷൻ ബിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. P(a) ഇന്റർസെക്ഷൻ ബിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും, 1 - A മൈനസ് ബി പ്ലസ് സി എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. എഴുതിയെടുക്കട്ടെ, പിന്നീട് നോക്കുന്ന സമയത്ത് എന്താവും, കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എഴുതിയെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ, ഇവിടെ നിന്ന് എഴുതിയെടുക്കട്ടോ. ഇത് എഴുതിയെടുക്കട്ടോ.
P of A intersection B in P of A complement intersection B complement എന്ന് പറയുന്നത് അതിന്റെ കോംപ്ലിമെന്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇന്റർസെക്ഷൻ യൂണിയൻ ആയിട്ട് മാറും. പിന്നെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 1 ആയിരിക്കും. ആ ടോട്ടൽ 1 ഈ കോംപ്ലിമെന്റ് മൈനസ് ചെയ്താൽ കോംപ്ലിമെന്റ് ഇല്ലാത്ത വാല്യൂ കിട്ടും. ദാറ്റ് മീൻസ് 1 മൈനസ് P of A യൂണിയൻ B എന്ന് കൊടുത്തു. P of A യൂണിയൻ B എന്ന് പറയുന്നത് അഡീഷണൽ തിയറി പ്രകാരം P of A പ്ലസ് P of B മൈനസ് P of A യൂണിയൻ B ആണ്. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇതിന്റെ എല്ലാത്തിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ കൊടുത്ത വാല്യൂ കൊടുത്തു. അത്രേ ചെയ്തിട്ടുള്ളേ. ഇനി അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫോർ 3 ഇവന്റ് A, B ആൻഡ് C ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൺലി A ഈസ് ഒക്യർ. 3 ഇവന്റ് ഉണ്ട്. A, B, C എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇവന്റ് ഉണ്ട്. അതിൽ A മാത്രം ഒക്യർ ആവാനുള്ള ചാൻസ് എത്രയാണ്? പ്രോബബിലിറ്റി ദാറ്റ് ഓൺലി A ഈസ് ഒക്യർ. A ഒക്യർ ആവാനുള്ള ഓൺലി A എന്നാട്ടോ പറഞ്ഞത്. A മാത്രം ഒക്യർ ആവാനുള്ള ചാൻസ് എത്രയാണ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. P of A complement intersection B intersection C, P of A union B union C, P of option D ആണ് ആൻസർ വരുന്നത്. ബിക്കോസ് P of A only എന്നാണ് പറഞ്ഞത്. P of A മാത്രം ഉണ്ടാവാൻ പറ്റുള്ളൂ. A, B, C എന്ന് പറഞ്ഞിട്ടുള്ള 3 ഇവന്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ A മാത്രം കിട്ടാനുള്ള ചാൻസ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. A മാത്രം കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ ബിയും സിയും കിട്ടാണ്ടിരിക്കാനുള്ള ചാൻസിനോട് ഇന്റർസെക്ട് ചെയ്താൽ പോരെ. അപ്പോൾ A മാത്രം ഉള്ളത് കിട്ടും കേട്ടോ. ബിയും സിയും ഈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് B അല്ലാത്തത്, C കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സിയും അല്ലാത്തതല്ലേ. ബിയും സിയും അല്ലാത്തതാണ് A എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ബിയും സിയും അല്ലാത്തതിനാണ് A എന്ന് പറയുന്നത്. 3 ഇവന്റ് ഉണ്ട്. A, B, C എന്നാണ് പറയുന്നത്. A മാത്രമുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം ബിയും സിയും ഉള്ളതല്ലാതെ A വരുന്നതാണ്. ഇത് 3 കൂടി ബിയും സിയും ഇല്ലാത്തതും Aയും കൂടി ഇന്റർസെക്ട് ചെയ്താൽ എന്ത് കിട്ടും? A മാത്രമുള്ളത് കിട്ടും. ഓക്കെ അല്ലേ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ജസ്റ്റ് കോമൺ സെൻസ് ആയിട്ട്, ഇതിന് സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പഠിച്ചിട്ടുള്ള കാണിച്ചു എന്താണ് കോംപ്ലിമെന്റ് എന്നുള്ളത് അറിയാം, എന്താണ് ഇന്റർസെക്ഷൻ എന്നുള്ളതൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? സെറ്റിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളോട് ഇവിടെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓൺലി എന്റെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ബിയും സിയും അല്ലാത്തതെന്ന് പറയുമ്പോൾ ബി കോംപ്ലിമെന്റും സി കോംപ്ലിമെന്റും, ഇതിനോ ബിയും സിയും അല്ലാത്തതും എയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എ മാത്രം കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി കിട്ടും. ദാറ്റ് മീൻസ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് ആയിരിക്കും വരാന്നുള്ളത്. ഓക്കെ അല്ല. ഇനി അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എ ഫാമിലി ഓഫ് 2 ചിൽഡ്രൻ ഹാസ് എ ഗേൾ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അതർ ചൈൽഡ് ഈസ് ഓൾസോ എ ഗേൾ? 2 ഗേൾ ഉണ്ട്. ഇനി മൂന്നാമത്തെ കുട്ടി എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ആയി? ടോട്ടൽ 3 ആയില്ല. ഇതും ഗേൾ ആവാനുള്ള ചാൻസ് എത്ര ആയിരിക്കും വരുന്നുണ്ടാവും? 1/3. ടോട്ടൽ ഉള്ളതിന് അടുത്ത മൂന്നാമത്തെ കുട്ടി ഗേൾ ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/3 ആണ് വരുന്നത്. 1/3 ഓപ്ഷൻ സി. ഓക്കെ അല്ലേ. 2 ഗേൾ ഓൾറെഡി ഉണ്ട്. ഇനി മൂന്നാമത്തതും ഗേൾ ആവാനുള്ള ചാൻസസ് ചോദിച്ചിട്ടുള്ള. മൂന്നാമത്തതും ഗേൾ ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഒരു ചാൻസ് അല്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1/3 എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത 20ാമത്തത്. ഇനി ബോയ്, ഇനിയിപ്പോ സപ്പോസ് മൂന്നാമത്തത് ബോയ് ആവാനുള്ള ചാൻസ് എന്നാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും 1/3 തന്നെയാണ് ചാൻസ് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ എന്തെന്നെ വരാം? 1/3 തന്നെയാണ് വരാം. മൂന്നാമത്തതിന്റെ ചാൻസ് ആണ് 1/3 എന്ന് പറയുന്നത്. ബോയോ ഗേളോ ആയിക്കോട്ടെ, മൂന്നാമത്തെ ചാൻസ് എന്തായിരുന്നു? 1/3 ആണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 2 കോയിൻ ആർ ടോസ്ഡ് സൈമൾട്ടേനിയസ്ലി. 2 കോയിന് ഒപ്പം ഞാൻ ടോസ് ചെയ്ത സമയത്ത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സെക്കൻഡ് കോയിൻ വുഡ് ഷോ എ ടെയിൽ ഗിവൺ ദാറ്റ് ദ ഫസ്റ്റ് കോയിൻ ഹാസ് ഷോൺ എ ഹെഡ്? 2 കോയിൻ ഞാൻ ടോസ് ചെയ്തു. ഫസ്റ്റത്തത് ഹെഡ് കാണിച്ചു. ഫസ്റ്റത്തത് ഹെഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടെയിൽ ആവാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ട്, രണ്ടാമത്തെ ടെയിൽ ആവാനുള്ള ചാൻസ് എത്ര വരുന്നത്? ഒരു ചാൻസ് അല്ല വരുന്നത്. ടോട്ടൽ ഏതൊക്കെയാണ് ഔട്ട്കംസ് വരുന്നത്? ഒന്നുകിൽ ടെയിൽ ആവും അല്ലെങ്കിൽ ഹെഡ് ആവും. അങ്ങനെ 2 ഔട്ട്കംസ് അല്ലേ. ടോട്ടൽ 2 ഔട്ട്കംസിൽ ടി ആവാനുള്ള ചാൻസ് എത്ര വരുന്നത്? ഒരു ചാൻസ് അല്ല വരുന്നത്. ദാറ്റ് മീൻസ് 1/2 എന്ന് വരും. ഒരു ചാൻസ് അല്ല. ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് ഒന്നുകിൽ ടി ആവാം അല്ലെങ്കിൽ ഹെഡ് ആവാം. അപ്പൊ ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 2, ടി ആവാനുള്ള ചാൻസ് ഒരു ചാൻസ് അല്ലേ ഉള്ളൂ. ദാറ്റ് മീൻസ് 1/t എന്ന് വരും. ഓക്കെ അല്ലേ. 1/2 എന്ന് പറയുന്നത് 0.5 ഓപ്ഷൻ എ എന്ന് വരും. ഇനി അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ റാൻഡം വേരിയബിൾ എക്സ് അസീവ് ദ വാല്യൂ 0,1 ആൻഡ് 2 വിത്ത് പ്രോബബിലിറ്റി 0.3, 0.5 ആൻഡ് 0.2 then its expected value is. എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇ ഓഫ് എക്സ് അല്ലേ. ഇ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നു സം ഓഫ് പി ഐ ഇൻറ്റു എക്സ് ഐ അല്ലേ. സം ഓഫ് പി ഐ ഇൻറ്റു എക്സ് ഐ. ഇതിൽ പി ഐ എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി കൊടുത്തിട്ടുണ്ട് 0.3, 0.5, 0.2. ഇതിൽ എക്സ്പെക്റ്റഡ് വാല്യൂ എക്സിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 0യും 1ഉം 3. അപ്പൊ ഈ 0 എന്ത് ചെയ്യുക? ഫസ്റ്റ് 0.3 ആയിട്ട് ഇൻറ്റു ചെയ്യുക. പ്ലസ് അടുത്ത 1 അല്ലേ. 1 എന്തിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 0.5 മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് അടുത്ത 2 അല്ല. 2 എന്തിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 0.2 മൾട്ടിപ്ലൈ ചെയ്യുക.
ഓക്കെ അല്ലേ? 2 ഇൻറ്റു 0.2 0 ഇൻറ്റു 0.3 എന്ന് പറയുന്നത് ഇത് ഈ സം ഓഫ് പി ഐ എക്സ് ഐ എന്ന് പറയുന്നത് എന്താണ്? പി ഐ എക്സ് ഐ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിന്റെ സം എടുക്കാന്നല്ല. അപ്പം ഞാൻ ഓരോന്നും പി ഐയും എക്സ് ഐയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കാനുണ്ട്. ഇനി സമ്മിൻ്റെതും സിഗ്മെന്റ് ഒന്നും മീനിങ് ഇനി പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ട് സം വരുന്ന സം ഓഫ് പി ഐ എക്സ് ഐ എന്ന് പറയുന്നത് പി ഐയും എക്സ് ഐയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിന്റെ സം എടുക്കുക. ഫസ്റ്റ് പി ഐ എന്ന് പറയുന്നത് 0 ആണ്. ഫസ്റ്റ് പി ഐ ആയിട്ടുള്ള 0യും ഫസ്റ്റ് എക്സ് ആയിട്ടുള്ള 0യും ഫസ്റ്റ് പി ഐ ആയിട്ടുള്ള 0.3 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 0 ഇൻറ്റു 0.3 എന്ന് പറഞ്ഞാൽ 0 എന്ന് വരും. ഇനി രണ്ടാമത്തെ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ആ 1ഉം രണ്ടാമത്തെ പി എന്ന് പറയുന്നത് 0.5 ആണ്. 1 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 0.5 വരും. ഇനി അടുത്ത മൂന്നാമത്തെ എക്സ് എന്ന് പറയുന്നത് 2 ആണ്. മൂന്നാമത്തെ പി എന്ന് പറയുന്നത് 0.3 ആണ്. 0.2 ആണ്. 0.2ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 0.4 എന്ന് വരും. 0 പ്ലസ് 0.5 പ്ലസ് 0.2 എന്ന് പറഞ്ഞാൽ 0.9 എന്ന് വരും. ഓപ്ഷൻ സി 0.9 എന്ന് കിട്ടും. ഓക്കെ അല്ല? എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കട്ടോ. ഇനി അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ടു റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ് ആസ് വൈ ഈസ് ഈക്വൽ ടു -3x + 4 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഈസ് 2, ദെൻ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ? ഇത് ശരിക്കും മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ക്വസ്റ്റ്യൻ ആട്ടോ. പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ അല്ല, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് റാൻഡം വേരിയബിൾ ഉണ്ട്, എക്സും വൈയും ആണ്. അതിൽ വൈ എന്ന് പറയുന്നത് -3x + 4 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ് വരാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 2 ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്തായിരിക്കും വരാമെന്നാണ് ചോദിച്ചത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് ഈ എക്സിന്റെ കോയിഫിഷ്യന്റ് എടുത്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനോട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന നമ്പറും കൺസിഡർ ചെയ്യേണ്ട. എപ്പോൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന നമ്പർ കൺസിഡർ ചെയ്യേണ്ട. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന നമ്പറും കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് ബി ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്നല്ല പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഈക്വൽ ടു മോഡ് ബി ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്നല്ല പഠിച്ചിട്ടുള്ളത്. അല്ല, അപ്പോൾ ബി എന്ന് പറയുന്നത് എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ്. എക്സിന്റെ കോയിഫിഷ്യന്റ് മോഡാണ്. ദാറ്റ് മീൻസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് പോസിറ്റീവ് നമ്പർ എടുത്താൽ മതി. ഇവിടെ -3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുത്താൽ മതി? +3 എടുത്താൽ മതി. ദാറ്റ് മീൻസ് 3 ഇൻറ്റു 2 എന്ന് വരും. 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 എന്ന് വരും. ഓപ്ഷൻ സി. ഇത് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇത് ഡയറക്റ്റ് 3 ഇൻറ്റു 2 ചെയ്താൽ 6 എന്ന് ആൻസർ കിട്ടും. പക്ഷെ 3 ഇൻറ്റു 2 ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കൺസെപ്റ്റ് അറിയാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ചാപ്റ്റർ വരുന്നുണ്ട് കേട്ടോ. കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ ഫസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററും ഇതിന്റെ പഠിച്ചിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ചാപ്റ്ററിലാണ് ഇപ്പൊ നമ്മൾ ഈ സെയിം കൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ അല്ല? ഡയറക്റ്റ് എക്സിന് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് 2x + 3y + 4 ഈസ് ഈക്വൽ ടു 0, v of x ഈസ് ഈക്വൽ ടു 6, then v of y. ഇവിടെ വേരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? വേരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നേ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലെ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്തിൽ വരുന്നത്? മെഷർ ഓഫ് ഡിസ്പേർഷനിൽ വരുന്നത്. മെഷർ ഓഫ് ഡിസ്പേർഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, ക്വാർട്ടൽ ഡിവിഷന്, മീൻ ഡിവിഷന്, റേഞ്ച്, ഇങ്ങനെ 4 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, മീൻ ഡിവിഷന്, ക്വാർട്ടൽ ഡിവിഷന്, റേഞ്ച്. ഇതിൽ വേരിയൻസ് വരുന്നില്ലല്ലോ. നമ്മളോട് വേരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വേരിയൻസ് ചോദിക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ അല്ലേ വേരിയൻസ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷന് സിഗ്മ ആണെന്നുണ്ടെങ്കിൽ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ അല്ല. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ അല്ല വേരിയൻസിന് വരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യുന്ന അതേപോലെ തന്നെ വേരിയൻസും ചെയ്യുക. പക്ഷെ അതിന് എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം y ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റാണ്. 3y ഈസ് ഈക്വൽ ടു ഈ +4 അങ്ങോട്ട് പോകുമ്പോൾ -4 ആവും. 2x + 2x അങ്ങോട്ട് പോകുമ്പോൾ -2x എന്നാവും. ഇൻറ്റു 3 ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ /3 എന്നാവും. /3 4നും 2ക്കും ഈ /3 ബാധകം. അപ്പോൾ ഞാൻ രണ്ടിനും സെപ്പറേറ്റ് ആക്കിയിട്ട് 3 എഴുതി. ഓക്കെ അല്ലേ? നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ കോയിഫിഷ്യന്റ് എടുക്കും. നെഗറ്റീവ് ഒന്ന് കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് എക്സിന്റെ കോയിഫിഷ്യന്റ് എടുക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കിട്ടുമല്ലേ? നമുക്ക് ഇവിടെ വേരിയൻസ് ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആയിട്ടുള്ള വേരിയൻസ് ആണ് 6 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? വേരിയൻസ് കിട്ടും. ഓക്കെ അല്ലേ? ഒന്നും കൂടി പറഞ്ഞുതരാം.
സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ കോഷ്യൻ്റ് ആയിട്ടുള്ള 2/3 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് എക്സ് ആണ് ചെയ്യേണ്ടിയിരുന്നത്. അല്ല ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ വേരിയൻസ് ആണ് ചോദിച്ചില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് വൈനെ സ്ക്വയർ ചെയ്യാം. മൊത്തത്തിൽ സ്ക്വയർ ചെയ്യാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് വൈ എന്തായിട്ട് മാറും? വേരിയൻസ് ഓഫ് വൈ ആയിട്ട് മാറും. 2/3 ഞാൻ സ്ക്വയർ ചെയ്യാണ്. സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് എക്സിനെ സ്ക്വയർ ചെയ്താൽ വേരിയൻസ് ഓഫ് എക്സ് എന്ന് വരും അല്ലേ. സ്റ്റാൻഡേർഡ് ഡിവിഷൻ സ്ക്വയർ ചെയ്താൽ വേരിയൻസ് ഓഫ് എക്സ് എന്ന് വരും. വേരിയൻസ് ഓഫ് വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2/3 സ്ക്വയർ ചെയ്താൽ 2 സ്ക്വയർ ചെയ്താൽ 4 എന്ന് വരും. 3 സ്ക്വയർ ചെയ്താൽ 9 എന്ന് വരും. വേരിയൻസ് ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 6 ആണെന്ന്. ഇൻറ്റു 6 എന്ന് വരും. വേരിയൻസ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 6 × 4 ഡയറക്റ്റ് ചെയ്യുക. 24/9 എന്ന് വരും. 24/9 എന്ന് വരും. രണ്ടും 24ഉം 9ഉം എന്തിലും ഡിവിസിബിൾ ആണ്? 3 ഡിവിസിബിൾ ആണ്. 24 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 എന്ന് കിട്ടും. 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. അപ്പോൾ 8/3 ആണ് വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത്. മീൻസ് ഓപ്ഷൻ എ. എഴുതിയെടുക്കട്ടോ. എഴുതിയെടുക്കാം. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. കുറച്ച് കൺസെപ്റ്റുകൾ വരുന്നുണ്ടെന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ടേംസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കി. അതിനുശേഷം നമ്മൾ എന്താണെന്ന് നോക്കിയിട്ടുള്ളത് കണ്ടീഷണൽ പ്രോബബിലിറ്റി, എക്സ്പെക്റ്റഡ് വാല്യൂ. ഈ രണ്ടെണ്ണമാണ് അഡീഷണലി വരുന്ന രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് വാല്യൂ, കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി, എക്സ്പെക്റ്റഡ് വാല്യൂ എന്താണെന്നുള്ളത് നോക്കി. ഓക്കെ അല്ലേ? ഇതിന്റെ ടേംസും കാര്യങ്ങളൊക്കെ നോക്കി. ഫസ്റ്റ് സിമ്പിൾ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ടേം മാത്രം. നമ്മൾ നടക്കുന്ന ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പെരിമെന്റിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരുപാട് ഇവന്റ്സ് സംഭവിക്കും. ആ ഇവന്റ്സ് എന്ന് പറയുന്നത് ഈ എക്സ്പെരിമെന്റിൽ നടത്തുന്ന, ഇപ്പം ഞാനിപ്പോൾ കോയിൻ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരും. ഹെഡ് വരാണെന്നുണ്ടെങ്കിൽ അതൊരു ഇവന്റ് ആണ്. ടെയിൽ വരാണെന്നുണ്ടെങ്കിൽ അതൊരു ഇവന്റ് ആണ്. ഹെഡ് ഒരു ഔട്ട്കം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സിമ്പിൾ എന്ന് പറയും. കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഈവൻ, അപ്പോൾ ഡൈ ആണ് ഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ പറയുമ്പോൾ 3യും അതേപോലെ തന്നെ 3യും എടുക്കും, നമ്മൾ 6ഉം എടുക്കും. അങ്ങനെ രണ്ട് നമ്പേഴ്സാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിനും കൂടി കൂട്ടി പറയുന്നതാണ് കോമ്പൗണ്ട് എന്ന്. അതേപോലെ തന്നെ അടുത്ത പഠിച്ചുള്ള മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത് രണ്ട് ഇവന്റുകൾ തമ്മിൽ റിലേഷൻ ഇല്ല, പക്ഷെ ഒരു ഇവന്റ് എന്ന് പറയുന്നത് വേറൊരു ഇവന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എക്സോസ്റ്റീവ് ഇവന്റ് ആണ് പഠിച്ചിട്ടുള്ളത്. എക്സോസ്റ്റീവ് ഇവന്റ് എന്ന് പറയുന്നത് എല്ലാം നടന്നിട്ടുള്ള എല്ലാ ഇവന്റുകളും നമ്മൾ ആഡ് ചെയ്താൽ 1 കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സോസ്റ്റീവ് ഇവന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പി ഓഫ് എയും പി ഓഫ് ബി എന്ന് പറഞ്ഞ രണ്ട് ഇവന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇവന്റും ആഡ് ചെയ്താൽ 1 കിട്ടുന്നുള്ളതായിരുന്നു എക്സോസ്റ്റീവ് ഇവന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈക്വലി ലൈക്ലി ഇവന്റ് ആയിരുന്നു. ഈക്വലി ലൈക്ലി ഇവന്റ് എന്ന് പറയുന്നത് ഇവന്റ് തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും, പക്ഷേ അതിന്റെ പ്രോബബിലിറ്റിയുടെ വാല്യൂ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനായിരുന്നു ഈക്വലി ലൈക്ലി ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അതൊക്കെ റിവൈസ് ചെയ്യുക, നോക്കിക്കൊണ്ടിരിക്കുക. റിവൈസ് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. അറിയുന്ന കൺസെപ്റ്റുകൾ തന്നെയാണ് ഈ പ്രോബബിലിറ്റിയിൽ വരുന്നത്. എന്നാലും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു. സ്റ്റോപ്പ് ചെയ്യാം.